മഴയുടെ ശബ്ദവും മനുഷ്യ പരിണാമവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ഒരു ചെറിയ അവലോകനമാണിത്. മഴ പെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനവും നല്ല ഉറക്കവും വരാറില്ലേ? അത് വെറുമൊരു തോന്നലല്ല, മറിച്ച് നമ്മുടെ പൂർവികരിൽ നിന്നും നമുക്ക് കൈമാറിക്കിട്ടിയ ഒരു സുരക്ഷിതത്വബോധമാണെന്നാണ് ഈ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ പരിണാമപരമായ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയാം. ഒന്നാലോചിച്ചു നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കാടുകളിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികൾക്ക് മഴ പെയ്യുമ്പോൾ വന്യമൃഗങ്ങൾ വേട്ടയാടാൻ ഇറങ്ങില്ല എന്ന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് സുരക്ഷിതമായ ഒരിടത്തിരുന്ന് കേൾക്കുന്ന ആ മഴശബ്ദം അവർക്ക് പേടിയില്ലാതെ വിശ്രമിക്കാനുള്ള സമയമായിരുന്നു. അന്നത്തെ മനുഷ്യന്റെ അതേ സേഫ്റ്റി സിഗ്നൽ ഇന്നും നമ്മുടെ തലച്ചോറിനെ ശാന്തമാക്കുന്നു എന്നത് ശരിക്കും അത്ഭുതമല്ലേ? രണ്ടാമതായി, പിങ്ക് നോയ്സ് അഥവാ മഴയുടെ തുടർച്ചയായ ശബ്ദതാളം. ഇത് ശരിക്കും ഒരു ഓഡിയോ ബ്ലാങ്കറ്റ്, അതായത് ഒരു ശബ്ദ പുതപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. വണ്ടികളുടെ ഇരമ്പലോ വാതിലടയുന്ന ശബ്ദമോ പോലുള്ള പെട്ടെന്നുള്ള ശബ്ദങ്ങളെ ഇത് മറച്ചുപിടിക്കും. ചുറ്റുപാടും അപകടങ്ങളൊന്നുമില്ലെന്ന സന്ദേശം നൽകി ഇത് നമ്മുടെ തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡലെ അങ്ങ് ശാന്തമാക്കുന്നു. അവസാനമായി, തലച്ചോറിലെ രാസമാറ്റങ്ങൾ. മഴയുടെ ഈ സുരക്ഷിതത്വബോധം നമ്മുടെ നാഡീവ്യൂഹത്തെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവസ്ഥയിൽ നിന്നും മാറി പൂർണ്ണമായും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന കോർട്ടിസോൾ കുറയുകയും സമാധാനം നൽകുന്ന ആൽഫ തരംഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. പോരാത്തതിന് ഇരുണ്ട കാലാവസ്ഥ കൂടി വരുമ്പോൾ ഉറക്കം നൽകുന്ന മെലാട്ടോണിൻ ഹോർമോണും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ നമ്മൾ എങ്ങനെ ഉറങ്ങാതിരിക്കും, അല്ലേ? ചുരുക്കത്തിൽ, മഴയുടെ താളം എന്ന് പറയുന്നത് പ്രകൃതി നമുക്കായി ഒരുക്കിവെച്ചിട്ടുള്ള ഏറ്റവും പഴയ താരാട്ടുപാട്ടാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം സകല പിരിമുറുക്കങ്ങളും മറന്ന് സ്വയമേവ സുരക്ഷിതത്വത്തിന്റെ ശാന്തതയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്.